ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വൈറൽ ഫീവറായിട്ട് ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചകളിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ ഒരുപാട് നാളത്തെ, അതായത് കൊച്ചിലെ തൊട്ടെന്ന് പറഞ്ഞത് ഭയങ്കര കള്ളത്തിനായി പോകും. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്ത് തുടങ്ങിയത് തൊട്ട് എനിക്കുണ്ടായ ഒരു ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ പടങ്ങളിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്തു. പിന്നെ അത്യാവശ്യം നല്ല റോൾ ചെയ്തൊരു സിനിമയുണ്ട്. പക്ഷെ അത് എൻ്റെ ഭാഗ്യക്കേടിന് അത് നിന്നുപോയി. ഷൂട്ട് തീരെ 4 ദിവസം 5 ദിവസം ഉണ്ടായ സമയത്ത് തന്നെ അത് നിന്നുപോയി. അപ്പം ഞാൻ എന്ത് അൺലക്കിയാണെന്ന് വിചാരിച്ചിരുന്ന സമയം എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഒരു സിനിമ വരെയും അതിൽ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ റോള് ചെയ്യാൻ പറ്റിയൊരു പടം ലൈഫിലോട്ട് വന്നു. അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. അതും കഴിഞ്ഞ വർഷം ആണ് ഷൂട്ട്. അപ്പോൾ ഈ വർഷം, അതായത് ജൂലൈ 24-ന് സിനിമ റിലീസാവാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം ഇത്രയും നാൾ മൊബൈൽ സ്ക്രീനിൽ കണ്ട എനിക്ക് തന്നെ ഒരു ബിഗ് സ്ക്രീനിൽ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ പേഴ്സണലി ബ്രോ ബിഗ് സ്ക്രീനിൽ എത്തട്ടെ എന്നൊക്കെ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങനെ ആഗ്രഹിച്ചതുപോലെ തന്നെ ലൈഫിൽ നടന്നിരിക്കുകയാണ്. പക്ഷെ അതിന് കുറച്ച് സമയം എടുത്തു എന്നേ ഉള്ളൂ. ചില ആൾക്കാർക്ക് ഇതിലൊക്കെ വന്നാൽ പെട്ടെന്ന് കിട്ടും. ഞാൻ പറയില്ല, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും എനിക്ക് നേരത്തെ കിട്ടിയിട്ടില്ല. അതിന് സമയമെടുക്കും. പക്ഷെ എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അങ്ങനെ ഒരു ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ജൂലൈ 24-ന് നമ്മുടെ പടം ഇറങ്ങുകയാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഞാനല്ല, അതിൽ മെയിൻ ലീഡിൽ ചെയ്യുന്ന അഖിൽ NRD. ഞാൻ ഒരാളെ കൂടി വിളിക്കാം. അഖിൽ ഷാ, പ്ലീസ് കം. അഖിൽ ഷാമോൻ ഉണ്ട്. ഹായ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവനെ കാണുമ്പോൾ ഒരിക്കലും ഷാമോൻ എന്ന് വിളിക്കാൻ തോന്നുന്നില്ല. കാരണം എൻ്റെ ഒരു കസിനുണ്ട്, അച്ചു എന്നാണ് പേര്. അപ്പോൾ ഞാൻ അവനെ എപ്പോഴും അച്ചു എന്നാണ് വിളിക്കുക. അച്ചുകിളി. കാരണം ഒരു കിളി പറഞ്ഞവനാണ്, ഇവനൊരു കിളി പറഞ്ഞവനാണ്. അഖിൽ ഷാ, ശരത് മാമനും മോനും, അഖിൽ NRD. അപ്പോൾ ഇവർ 3 പേരും കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച പടത്തിൽ എനിക്കൊരു റോള് കിട്ടി. അത് സന്ദീപ് പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പൈസ ഒന്നും പറയിപ്പിച്ചല്ലോ, വേറെ സ്നേഹം. ഡയറക്ടറിന് ഓക്കെ ആകുമ്പോൾ എന്തായാലും നമ്മൾ എടുപ്പിക്കുമല്ലോ. അപ്പൊ ആ ഒരു രീതിക്ക് അത് പെർഫെക്റ്റ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. അപ്പൊ ഇന്ന് നമ്മളുടെ ഒരു ഈ മൂവിയുടെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഇന്ന് രണ്ട് കോളേജ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വ്ളോഗിൽ. എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ ഈ പ്രൊമോഷന് പോകുന്ന എൻ്റെ വ്ളോഗുകളൊന്നും എടുത്തിട്ടില്ല എന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ മറ്റേ മീഡിയ ചാനൽ വഴി എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വ്ളോഗ് എടുത്ത് നോക്കാം. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ, ഇന്ന് ഈ വ്ളോഗ് എടുക്കുന്നത് 22 ഡേറ്റ് 22-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഈ വ്ളോഗ് നാളെ എന്തായാലും 23-ാം തീയതി എന്തായാലും വരും. എന്തായാലും 23-ാം തീയതി ജനനായക ഇറങ്ങുകയാണ്. അപ്പോൾ അതും എന്തായാലും കാണാൻ എക്സൈറ്റഡ് ആണ്. അതിപ്പം ഒരിക്കൽ ലീക്കായി, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം വിജയുടെ ലാസ്റ്റ് പടമാണ്. കാരണം ഞാനൊരു സൂര്യ ഫാനാണ്. പക്ഷേ വിജയടുത്ത് പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ ഞാൻ സൂര്യ ഫാനായിരുന്നു. പക്ഷെ പുള്ളിയുടെ ഈ ഇലക്ഷൻ ടൈമിൽ ഇറങ്ങി പുള്ളിയുടെ ഓരോ സ്പീച്ചും അതൊക്കെ കേട്ട്, പിന്നെ പുള്ളി വന്ന വഴികൾ വിജയിച്ചതൊക്കെ കണ്ടപ്പോൾ എനിക്ക് രോമയം തോന്നി. ഞാൻ വിജയ് ഫാനാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ടൈം വിജയുടെ പടം തിയേറ്ററിൽ പോയി നാളെ നീ കാണണം. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് നമ്മളെ പടം. അപ്പോൾ എല്ലാവരും കാണാൻ ഞാൻ എല്ലാവരും നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഷാമോൻ, ഈ പടത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? ഒരു കൊച്ചു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ജോണറാണ്. കാരണം പൊതുവെ ഹൊറർ കോമഡി പടങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത് കാണുന്ന പടങ്ങളാണ്. അതുപോലെ ഈ പടം നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക. ഓക്കെ മച്ചാ, നിന്റെ ആ ഒരു കുറെ പേടിക്കുന്നൊരു സീനുണ്ട്, അടിപൊളിയാണ്. അത് തിയേറ്ററിൽ സിനിമ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും പറയും. ഓക്കെ, ഏറി കേരള തന്നിട്ടില്ലേ? മാമനും മോനും ശരത് ഇതിലെ അടുത്തൊരു കഥാപാത്രമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്താണ് പടത്തിനെ പറ്റി ചുരുക്കത്തിൽ പറയുക? എൻ്റെ അഭിനയ മുഹൂർത്തങ്ങളും അവിസ്മരണീയമായിട്ടുള്ളൊരു പടമായിരിക്കും. എൻ്റെ സീനുകളൊക്കെ അടുത്ത വിജയ് എന്നാണ് പറയുന്നത്. വിജയിന്റെ അവസാനത്തെ പടം എൻ്റെ ആദ്യത്തെ പടം എന്നാണ് പറയുന്നത്. അപ്പോൾ വിജയ്ക്ക് ഒരു വെല്ലുവിളിയാവുമെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇതോടുകൂടി പ്ലൂട്ടോയിലോ മാർസിലോ എത്താനായിട്ട് ഉള്ള ചാൻസ് ഉണ്ട്. വിജയുടെ പടം കാണാൻ പോണ്ടേ? അത് 24 അല്ലടാ, അത് കഴിഞ്ഞാൽ നമ്മളെ പടമുള്ളൂ. ഓക്കെ, വൺ ലാസ്റ്റ് ടൈം. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം. ഞാനിങ്ങനെ ഒരു സന്തോഷത്തിലിരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ വിട്ടുപോയി.
ആൻഡ് ഞാൻ സത്യം പറയും സോഷ്യൽ മീഡിയയിൽ ഫസ്റ്റ് വരുന്നത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ ചേട്ടൻ അലക്സ് എന്ന് പറയുന്ന ചേട്ടൻ്റെയാണ്. അതായത് നിങ്ങൾക്കറിയാം ഈ കാനഡയിൽ സഞ്ചാരം രീതിയിൽ മോഡുലേഷൻ കൊടുത്തിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ലെറ്റ്സ് ഗോ വിത്ത് അലക്സ് എന്ന് പറയുന്ന എൻ്റെ ചേട്ടനാണ്. അപ്പോൾ കസിൻ ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ ചാനലാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാനന്ന് ചേട്ടൻ എന്നെ വീഡിയോ ചെയ്യാൻ വിളിച്ച സമയത്ത് എടാ വാ ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കങ്ങനെ ഫേസ് വാല്യൂ ഒന്നുമില്ല, ഫേസ് വാല്യൂ ഉള്ള ആരെങ്കിലെ കൊണ്ട് അഭിനയിപ്പിച്ചാൽ പോലും എനിക്ക് ഫോളോവേഴ്സ് ഒന്നും ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ സമയത്ത് പുള്ളി പറഞ്ഞു എടാ ഒരാളെങ്കിൽ ഒരാൾ കണ്ടാൽ മതി, പക്ഷേ നീ എന്നോട് അഭിനയിക്കുള്ളൂ എന്ന് എനിക്ക് അത്രയും മോട്ടിവേഷൻ തന്നു. പിന്നെ അവിടെ നിന്നാണ് എൻ്റെ കുറേ ഗ്രോത്ത്. കാരണം ആ ചേട്ടനും ചേട്ടൻ്റെ വൈഫ് റീജ ചേച്ചിയും അലോഷ് ചേട്ടനും അലക്സേനും പിന്നെ എൻ്റെ കസിൻസ് അങ്ങനെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ക്രൂ എല്ലാ ആൾക്കാർക്കും എനിക്ക് ഈ സമയം എനിക്ക് നന്ദി പറയണം. കാരണം അവരെല്ലാവരും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. പിന്നെ അല്ലാസ് നിങ്ങളെല്ലാവരും, കാരണം നമ്മൾ വീഡിയോ കണ്ട് ഓരോരുത്തർ ഇഷ്ടപ്പെട്ട് നമ്മൾ ഫോളോ ചെയ്ത് നിങ്ങളുടെ ഓരോ കമൻസാണ് നമ്മളുടെ ഓരോ മോട്ടിവേഷൻ ആയിരുന്നത്. വീണ്ടും വീഡിയോ ചെയ്യാൻ കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കാൻ അതിനെ എല്ലാത്തിനും സഹായിച്ചത് നിങ്ങളാണ്. ഇപ്പം ഈവൻ എൻ്റെ ക്രിക്കറ്റ് കളിയിൽ പോലും എല്ലാവരും നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ എനിക്കതൊരു പോസിറ്റീവായിട്ട് എടുത്തത്. കാരണം എൻ്റെ തെറ്റ് ശരിയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ കാര്യത്തിലും എൻ്റെ ലൈഫിലെ എല്ലാ കാര്യത്തിലും എനിക്ക് ആൾക്കാർ അഡ്വൈസ് തരാറുണ്ട്. ഞാനത് എന്നാൽ കഴിയുന്ന വിധം ഞാൻ എല്ലാം ഓക്കെ ആക്കാറുണ്ട്. പിന്നെ എൻ്റെ ലൈഫിൽ ഇന്ന് വരെ എൻ്റെ കൂടെയുള്ള എല്ലാ ആൾക്കാരും, എൻ്റെ വീഡിയോ ചെയ്യുന്ന ആകാശം വീഡിയോ എടുക്കുന്ന ആൾ, എല്ലാവരും ഈ സമയം ഞാൻ ഇതുവരെ എത്താൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ എൻ്റെ കൂടെ ഒപ്പം എൻ്റെ കൂടെ ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാരാണ്. ഞാൻ എവിടെയെങ്കിലും എത്തണം, രക്ഷപ്പെടണം എന്നൊക്കെ ആഗ്രഹിച്ച ആൾക്കാരാണ്. അപ്പോൾ ആ സമയം എല്ലാവർക്കും നന്ദി. എല്ലാ ആൾക്കാരും, എൻ്റെ അനീഷ്, ബിജോയ്, ആകാശ്, സുബിൻ ദാസൻ, രാമൻ, എല്ലാവരും, അഭിജിത്ത് നമ്മുടെ ഡയറക്ടർ, യുഎസ് ദീക്ഷ്, അഖില്, എല്ലാ ആൾക്കാർക്കും ഈ സമയം ഞാൻ എൻ്റെ സ്നേഹം നന്ദി ഞാൻ രേഖപ്പെടുത്താനറിയാം. എല്ലാവരും എൻ്റെ കസിൻസ് എല്ലാവരും നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ ബിഗ് സ്ക്രീനിൽ വരാൻ പോവുകയാണ്. ഒരു കുറച്ച് ചെറിയ എന്ന് വെച്ചാൽ ഒരു റോളാണെങ്കിലും നിങ്ങൾക്ക് ബിഗ് സ്ക്രീനിൽ കാണും. അപ്പോൾ എനിക്കത് കാണുമ്പോൾ സന്തോഷം. പിന്നെ ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ നേരത്തെ ക്യാമ്പ് സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാണ് എനിക്കൊരു ഇൻട്രൊഡക്ഷൻ കോളേജുകളിൽ എല്ലാവരും തന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ തൂലുമയുടെ അച്ഛൻ എന്നുള്ള ഒരു ലേബലിലാണ് ഞാൻ അറിയപ്പെടുന്നത്. പക്ഷേ എനിക്ക് അതിലൊരു ഭയങ്കര സന്തോഷമുണ്ട്. തൂലുമയ്ക്ക് ഇതൊക്കെ അറിഞ്ഞോലും കൂടെ. അപ്പോൾ ആ സമയം തന്നെ അവൾ എല്ലാവർക്കും അറിയാം. കാരണം അവളെ എല്ലാവരും സ്വന്തം മോളെ പോലെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് വരുമ്പം ആസ് എ ഫാദർ എന്ന നിലയ്ക്ക് ഞാൻ ഭയങ്കര പ്രൗഡാണ്. എനിക്ക് കഴിഞ്ഞ ഒരു കോളേജ് പേര് പറഞ്ഞ് തൂലിക നമ്മളെ വീട്ടിലൊരു മോളെ പോലെയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സോ ഞാനിപ്പം അങ്ങനെ തൂലുമയുടെ അച്ഛനാണ്. ഇനി ഭാവിയിലും ക്രിക്കറ്റ് പ്ലെയറായ തൂലുമയുടെ അച്ഛൻ എന്ന് കേൾക്കാനും കൂടി ആഗ്രഹിക്കുന്ന ഒരാളാണ്. നോക്കാം, ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തും. പിന്നെ അവർക്ക് വളർന്നു വരുമ്പോൾ വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതായിരിക്കും. പക്ഷേ ആസ് എ ഫാദർ എന്ന നിലയ്ക്ക് എല്ലാ അച്ഛന്മാർക്കുള്ളതുപോലെ എൻ്റെ മോൾ ഇതാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, ഞാനൊരു ക്രിക്കറ്റ് പ്ലെയർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ത്യൻ ടീം പ്ലെയർ തൂലികയുടെ അച്ഛനെന്ന് ഭാവിയിൽ എപ്പോഴും അറിയപ്പെടട്ടെ. ഞാൻ ഇനി ബാക്കി ആൾക്കാരെ പരിചയപ്പെടുത്തരാം. ഗൈസ്, മീറ്റ് മിസ്റ്റർ അശ്വിൻ റാം. ഇവൻ എനിക്ക് ആദ്യം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവന്റെ മാഷപ്പ് കോളേജിൽ നിന്നെ പിന്നെ പരിചയപ്പെടുത്തും ഒരു ഇന്റർവ്യൂ എടുത്തോട്ടെ പ്ലീസ്. ഓക്കെ, അവനെ മെയിൻ ആയിട്ടോ നടൻ. അതെ, അശ്വിൻ ഞാൻ നമ്മള് അതായത് ഒരു ഓണപരിപാടി അല്ലെങ്കിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ഇവന്റെ പാട്ട് അവിടെ മാഷപ്പ് എന്തായാലും ഉണ്ടായിരിക്കും. അങ്ങനെ എനിക്ക് അറിയുന്നുള്ളൂ. പക്ഷെ ഞാനിപ്പോ ഞാൻ ആ സമയത്ത് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മള് എങ്ങനെയൊക്കെ കണക്ട് ആയി ഇവിടെ എത്തി എന്നുള്ളതാണ്. അങ്ങനെ അതിന്റെ മ്യൂസിക് ഒക്കെ ചെയ്ത് എങ്ങനെയുണ്ട്? അടിപൊളിയാണ് പടം. ഇവരൊക്കെ നന്നായിട്ട് ശംഭു അടിപൊളിയാണ് പടത്തില്. ശംഭു അതിലെ എന്റെ ക്യാരക്ടർ ശംഭു എന്നാണ്. എനിക്കറിയാം പേഴ്സണലായിട്ടൊരു മ്യൂസിക് BGM ഒക്കെ ഉണ്ട്. അപ്പോ അതിന്റെ പേര് മാറ്റി ശംഭു മാറ്റി പിന്നെ സച്ചു ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പടം ഹിറ്റായി കഴിഞ്ഞാൽ നമ്മളെ നായകൻ എല്ലാവരും ഇപ്പം കാറൊക്കെ കൊടുക്കുകയാണല്ലോ. അപ്പൊ ഞങ്ങൾക്കൊരു കാറൊക്കെ കൊടുക്കുമായിരിക്കും അല്ലേ? ഡയറക്ടറും തരും. അപ്പൊ എത്ര കാറാടാ? വീട്ടില് കാർ പാർക്കിംഗ് അല്ല, കാറല്ല, സെൻസർ കട്ട് ഫുൾ അവിടെ വരും. അല്ല, ഇവനാണ് ഇതിന്റെ ആണോ? എല്ലാരും കോടി. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിലിമിന്റെ മ്യൂസിക് ഡയറക്ടറാണ് അശ്വിൻ റാം. ഈ സിനിമയില് ഒരു പോർഷൻ ഉണ്ട്. ഞാൻ അന്ന് ജസ്റ്റ് ഒരു പ്രിവ്യൂ പോലെ ജസ്റ്റ് കാണാൻ പോയ സമയത്ത് ചെയ്ത അതിനെന്താ പറയുന്നല്ലേ, കീർത്തനം.
ലാസ്റ്റ് ഒരു കീർത്തനമുണ്ട്, എനിക്കത് കണ്ടിട്ട് എനിക്ക് രോമാഞ്ചം വന്നു. സോ ലാസ്റ്റത്തെ സോങ് അത് മിന്നും ഉറപ്പ്. കാരണം അതിനുശേഷം പിന്നെ ഇനി ഇവന്നെ ഇപ്പം വിളിച്ച ഫോണൊക്കെ എടുക്കും, പിന്നെ ഇനി എടുക്കൂല. ആ സാധനം കഴിഞ്ഞാൽ എടുക്കില്ല. എന്തായാലും അടിപൊളി ഒരു സാധനം വരട്ടെ. നിനക്ക് ഇതിന് കഴിഞ്ഞ അടുത്തൊരു അനിരുദ്ധ ആവട്ടെ നീ. അതെ, അപ്പം എല്ലാത്തിനും സായി അല്ലല്ല എല്ലാവർക്കും മേലെ പുതിയ ഇനി അശ്വിൻ റാം. അതെ, അത്രേ ഉള്ളൂ. കാട്ട് പോത്ത് അഖിൽ വാടാ. മഹാരാജ ഹോസ്റ്റലിന്റെ മെയിൻ നായകൻ ഈ കാറിന്റെ ഉടമ അഖിൽ എന്നാർഡി. ഞാൻ അഖിൽ എന്നാർഡി എന്ന് കേട്ട ഉടനെ ഞാൻ ഓക്കെ പറഞ്ഞു പടത്തിന്. ഞാൻ അശ്വിൻ ഉണ്ടെന്ന് കേട്ടപ്പോൾ എനിക്കൊരു ധൈര്യമായി. അശ്വിൻ സോറി സന്ധ്യ ഉണ്ടെന്ന് കേട്ടപ്പോൾ എന്നെ ഏറ്റവും അവസാനം അളിയ പടത്തിനെ പറ്റി ചുരുക്കത്തിൽ 2 വാക്ക്. മഹാരാജ ഹോസ്റ്റൽ എന്ന് പറയുമ്പോ 2 മണി സ്ഥിരം പറഞ്ഞാൽ പറയട്ടെ, 2 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റിയ, മനസ്സമാധാനത്തോടെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഹൊറർ പോപ്കോൺ മൂവി ആയിരിക്കും. പക്ഷെ നിങ്ങൾ ആരെയും അയ്യേ പോപ്കോൺ ഇല്ലാതെ കാണാൻ കേട്ടോ, പോപ്കോൺ ഇല്ലാതെ കാണാൻ വിഷയമൊന്നുമില്ല. അത് ചിലപ്പം ഈ ലുലു മോളിലൊക്കെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ പൈസ കൂടാവും, 2-3 ടിക്കറ്റിന്റെ പൈസ. പോപ്കോൺ ഇല്ലാതെയും നമുക്ക് എൻജോയ് ചെയ്തിരുന്ന് ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. പിന്നെ ഇതിന്റെ ഡയറക്ടർ തെലുങ്ക് ചാരു സാർ. അതെ, ഇപ്പൊ പുള്ളിയാണ് നമ്മളെയൊക്കെ സിനിമയിൽ കൊണ്ടുവരാൻ തെലുങ്ക് നാട്ടിൽ നിന്ന് ഡയറക്ടർ വരേണ്ടി വന്നു. ട്രെൻഡ് എന്ന് പറയുന്നത് മലപ്പുറമാണ്. ചെവിയിൽ കിടക്കുന്നുണ്ടോ? കോഫി അതിന് മാച്ച് ഡ്രസ്. കീപ് സ്മൈലിംഗ്. അശ്വിന് നൈസ്. അഖില് Amazing guest, team Maharaja's Hostel. പ്രത്യേകിച്ച് നമ്മളുടെ കോളേജിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന മഹാരാജാസ് ഹോസ്റ്റൽ ടീം, പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ കൂടെ പറപ്പ് തന്നെയാണ്. നിങ്ങളെ പോലുള്ള സ്റ്റുഡൻസ് ആയിട്ടാണ് അവർ ഇവിടെ വന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം അതിന് മുമ്പായിട്ട് ഒരു 2 മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഫുൾ നിങ്ങളുടെ സൂപ്പർ സീനിയേഴ്സിന്റെ കൂടെ ഇവര് ശരിക്കും പറഞ്ഞാൽ യൂണിഫോം ഇട്ട് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ അഖിൽ നൂറിനാണെയൊക്കെ ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ട്, വിശ്വസിക്കുന്നു ഇവരെയൊക്കെ ടീമായിട്ട് നിൽക്കുമ്പോൾ ക്ലാസ്സിൽ കയറിക്കൂടെ. അപ്പോൾ സാറേ ഞാൻ ഷൂട്ടിങ്ങിൽ വന്നതെന്ന് പറയുന്നു. ആ ഒരു രംഗമൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നെ സംബന്ധിച്ചോളം നമ്മുടെ കോളേജിൽ ഒരു ദിവസം രാവിലെ ഒരു 10-11 മണി ആയപ്പോഴത്തേക്ക് അഷ്കർ നമ്മുടെ കോളേജിലേക്ക് വരുന്നു. സാറേ ഈ കോളേജ് ഷൂട്ടിങ് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു, തമാശയ്ക്കൊരു വരിക്കുന്നത് വിചാരിച്ച് ഞാനത് അഷ്കറോട് ചോദിച്ചു ഞങ്ങളുടെ കോളേജാണോ? അപ്പോൾ ഞാൻ ഒരു ക്യാമ്പസ് കണ്ടോളാൻ പറഞ്ഞു. ഓക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്റ്റാഫും ഇവിടുത്തെ സ്റ്റുഡൻസും ഈ ഒരു ടീമുമായിട്ട് ചേർന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇവർക്കൊക്കെ ഇപ്പൊ എന്ത് അഷ്കറിന്റെ പറഞ്ഞു നമുക്ക് ക്യാൻറ്റീനിൽ പോകാം, നൊസ്റ്റാളജി എവിടെയാണല്ലോ, കഫറ്റീരിയ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പം പണിയുടെ സംഭവമില്ലെങ്കിലും അവർക്ക് അതൊക്കെ ആ ഒരു നൊസ്റ്റാളജി ആക്കി എടുക്കുമായിരുന്നു. എന്നെ സംബന്ധിച്ചോളം ഒത്തിരി സന്തോഷമാണ്. നമ്മുടെ ക്യാമ്പസിൽ ആദ്യമായിട്ട് ഒരു ഫിലിം ഷൂട്ട് ചെയ്തു. അതിന്റെ റിലീസാണ് ഈ വരുന്ന ജൂലൈ 24. അത് ഞാൻ എൻ്റെ ക്യാമ്പസിന് ഫുൾ അവധി കൊടുക്കുകയാണ്. അതിന്റെ പ്രത്യേക നമ്മളാണ് ഈ പടം വിജയിപ്പിക്കേണ്ടത്. അത് നമ്മുടെ ആവശ്യമാണ്. ജൂലൈ 24 ഹോൾ ക്യാമ്പസിന് അവധി പ്രഖ്യാപിച്ച് അവരുടെ റിലീസിംഗ് ഡേറ്റ് അന്ന് നിങ്ങൾ എല്ലാവരും പോയി പടം കണ്ട് നമ്മുടെ ക്യാമ്പസ് വിജയിപ്പിക്കണം. എല്ലാവരും സുഖമല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മുടെ പടം 24-ാം തീയതി റിലീസാണ്. അതിന്റെ ഭാഗമായിട്ട് ഇത് ഷൂട്ട് ചെയ്ത കോളേജിൽ തന്നെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കാര്യം പറയാനുള്ളത് നിങ്ങളുടെ പ്രിൻസിപ്പളിനെ കുറിച്ചാണ്. ഞാൻ ഇത്രയും വൈബുള്ള ഒരു പ്രിൻസിപ്പളിനെ കണ്ടിട്ടില്ല കേട്ടോ. പല കോളേജിലും പോയി, പക്ഷെ ഇത്രയും വൈബായിട്ടിരിക്കുന്ന പ്രിൻസിപ്പളിനെ ഞാൻ കണ്ടില്ല. കാരണം പുള്ളി വന്നപ്പോൾ തൊട്ട് ഷൂട്ടിങ്ങിന് വന്നപ്പോൾ തൊട്ടായാലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ നിങ്ങള് എന്താണ് ചിരിക്കുന്നത്? എല്ലാവരും നമ്മുടെ പടത്തിന് സപ്പോർട്ട് ചെയ്യുക. 24-ാം തീയതി നമുക്ക് സപ്പോർട്ട് തരാൻ വേണ്ടി നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം പ്രിൻസിപ്പൽ സാറ് അവധി കൊടുത്തെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും എല്ലാവരും മാക്സിമം പടം പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ ഒരു വർഷമായി നമ്മളിവിടെ വന്നിട്ട്. ഇപ്പൊ വന്നപ്പോൾ തന്നെ കോളേജിൽ ഒരുപാട് മാറ്റമുണ്ട്, എല്ലാം വളരുന്നുണ്ട് അടിപൊളിയായിട്ട്. അപ്പോൾ ഈ സിനിമ കഴിയുന്നതോടുകൂടി നിങ്ങളുടെ കോളേജും വേറെ ലെവലിലാവും. എന്തായാലും എല്ലാവരും വിജയിപ്പിക്കണം. കാരണം നമ്മൾ പറയാനുള്ളതെല്ലാം അഖിൽ പറഞ്ഞു, എല്ലാം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയുന്നില്ല. അപ്പം എന്തായാലും പ്രിൻസിപ്പൾ പൊളിയാണ്. സാധാരണ നമ്മളൊരു കോസ്റ്റ്യൂം പറഞ്ഞിട്ടുണ്ട് വന്നേ അല്ലേ? ഓക്കെ, എന്തായാലും എൻ്റെ
ഒരു കോളേജിൽ നിന്ന് ഒരു സിനിമയ്ക്ക് വേണ്ടി അവധി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വിജയുടെ പടത്തിന് പോലും കൊടുത്തിട്ടില്ല, പക്ഷേ അഖിലിന്റെ പടത്തിന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ നാളെ ചർച്ചാ വിഷയമാവുന്നതായിരിക്കും. ക്ലാഷ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാവരും കണ്ട് സിനിമ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു. എന്തായാലും ഇവിടെ തിരിച്ചു വരാൻ പറ്റിയ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഇവരോട് പറയായിരുന്നു ഇവിടെ പണിയൊക്കെ കിടക്കുക. അതായത് ഞങ്ങളുടെ ഫിലിമിലെ ഫസ്റ്റ് ഷോട്ട് തന്നെ എടുത്തത് ഇവിടുത്തെ പുറകിലുള്ള ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തോ ഒരു നല്ലൊരു തിരിച്ചെത്തൊരു വീട്ടിൽ വന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എനിവേ വെരി ഹാപ്പി പ്രിൻസിപ്പൾ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഞങ്ങൾ ഓർത്തില്ല എല്ലാവർക്കും അവധിയൊക്കെ കൊടുക്കുമെന്ന്. എന്തായാലും സാറ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഭയങ്കര സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം 24-ാം തീയതി. താങ്ക് യു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കോളേജിൽ വീണ്ടും വരുന്ന അതേ ഒരു ഫീല് തോന്നുക. കാരണം നമ്മുടെ ഫസ്റ്റ് പ്രൊമോഷനും എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാനൊക്കെ അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്ന എൻ്റെ കോളേജ് ലൈഫാണ്. അപ്പം നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഇതുപോലെ ഒന്നുകൂടെ പഠിച്ചാൽ കൊള്ളാമെന്നൊക്കെ തോന്നുക. കാരണം നമ്മുടെ ലൈഫിൽ ഒരു ഹൈപ്പിന് അല്ല, നമ്മുടെ ലൈഫിൽ നമ്മുടെ ഏറ്റവും അടിപൊളി മൊമെന്റ്സ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ കോളേജാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ നോക്കുക. പിന്നെ വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് സന്ദീപ് ആർക്കും ഇല്ലാത്ത കളർ ഇട്ട് വരണം, ആർക്കും ഇല്ലാത്ത ഡ്രസ് ഇട്ട് വരണം എന്ന് പറഞ്ഞിട്ട് കാറിന്ന് ഇറങ്ങിയേക്കുന്ന സാറിനെ കണ്ട് സാർ അവധിയൊക്കെ തന്നിട്ടില്ലേ? അപ്പൊ പടം പോയി കാണണം, എന്നിട്ട് നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു. ആക്ച്വലി ഞങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് കോളേജിൽ പോയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എൻ്റെ നെഞ്ചൊക്കെ അടിക്കായിരുന്നു, എനിക്ക് സംസാരിക്കാനേ പറ്റിയിട്ടില്ല. പക്ഷേ ഈ കോളേജിൽ വരുമ്പോൾ മാത്രമേ എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഒരു പരിപാടിക്ക് വന്നപ്പോഴും പറഞ്ഞിരുന്നു, എനിക്ക് കോളേജിൽ പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഞാൻ ഭയങ്കര നല്ല പഠിക്കുന്ന വിദ്യാർത്ഥി ആയതുകൊണ്ട് അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ റിഗ്രറ്റുകളിൽ ഒന്ന് അതാണ്. പക്ഷെ അതൊക്കെ ആ വിഷമം ഞാൻ മാറിയത് ഈ പടത്തിൽ അഭിനയിച്ചപ്പോഴാണ്. എൻ്റെ ആദ്യത്തെ സിനിമയാണിത്. എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഷോട്ട് എടുത്തത് പുറകിലുള്ള ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ സ്വന്തം കോളേജിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് ഒരു മടങ്ങിയെത്തിയിട്ടുള്ള ഒരു ഫീലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അവധി തന്ന സ്ഥിതിക്ക് നിങ്ങൾ എല്ലാവരും പടം പോയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതെൻ്റെ ആദ്യത്തെ മൂവിയാണ് മഹാരാജ ഹോസ്റ്റൽ. ഇതിനു മുമ്പ് ഞാൻ മാഷപ്പ് ഒക്കെ ചെയ്യായിരുന്നു. ഫുൾ ഫ്ലഡ്ജ് പടം ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പൊ നിങ്ങളുടെ കോളേജ് ക്യാമ്പസ് ഒക്കെ എനിക്ക് പടം കണ്ട് അത്യാവശ്യം പരിചയമായി. അതൊക്കെ അറിയുന്നുണ്ട്. അരികിൽ പതിയെ ഇടനെഞ്ചില്ലാരോ മൂടും രാഗം, മിടികൾ മൊഴിയും മധുരം കിനിയും നീളം നീണം. മഴയേ 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 മനസ്സിൽ മഷിയാലുതിരും നിറമേ. ഇതായിരുന്നു എൻ്റെ ഒരു മാഷപ്പ്. 2017 പറഞ്ഞത്. അതിനുശേഷം 1-2 സിനിമയിൽ സോങ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ ആ ഫുൾ ഫ്ലഡ്ജ് മ്യൂസിക് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോ എല്ലാവരും 24-ാം തീയതി പടം പോയി കാണണം. പടത്തിന് മാത്രം പോലെ എന്നെ നിങ്ങൾ അറിയാൻ വഴിയില്ല. കാരണം ഇതിൽ ഏറ്റവും കളർ കുറഞ്ഞത് ഞാനാണ്. കളർ മീൻസ് കളർ ഇല്ലാത്തത്. ഞാൻ ഈ സിനിമയുടെ റൈറ്ററാണ്. എൻ്റെ പേര് രാജ എന്നാണ്. ഫേമസ് ആണ് ഉദ്ദേശിച്ചത്, കളറില്ലാത്ത പറഞ്ഞാൽ കളറില്ല എന്നല്ല. ഞാൻ ഈ സിനിമ കൺസീവ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മളൊരു മീറ്റർ പിടിച്ചിട്ട് നമ്മൾ എഴുതുമായിരുന്നു. അഷ്കറൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട്, അഷ്കറാണ് ഓൾ ഇൻ ഓൾ, പിന്നെ ചാരു ഡയറക്ടർ. അപ്പൊ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു മീറ്റർ പിടിച്ചിട്ടാണ് നമ്മൾ ഈ സിനിമ എഴുതിയിരുന്നത്. അത് ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലങ്ങൾ നോക്കിയപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4-5 കോളേജ് കണ്ടു. 4-5 കോളേജ് കണ്ട് അവസാനം ഈ കോളേജ് കണ്ടപ്പോ നമ്മൾ എന്താണോ കൺസീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് അതേപോലെ ഇവിടുത്തെ വരാന്തകളിലും ക്യാൻറ്റീനിലും ഒക്കെ കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, ഇതങ്ങോട്ട് ഫിക്സ് ചെയ്യായിരുന്നു. നിങ്ങളുടെ കോളേജിന്റെ വൈബാണ് നമ്മുടെ സിനിമ. നിങ്ങളുടെ കോളേജ് എങ്ങനെയാണെന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണേക്കാളും മുന്നേ ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ, ഇവിടെ ഫുള്ള് ഫ്രഷേഴ്സ് അല്ലേ, നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനല്ലേ പോണേ. അപ്പൊ നിങ്ങൾക്ക് മഹാരാജ ഹോസ്റ്റൽ കണ്ടു കഴിഞ്ഞാൽ വൈബ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് എല്ലാവരോടും കൂടി ചോദിക്കാനുള്ളത്, നിങ്ങൾ പറഞ്ഞു ഇപ്പൊ തിരിച്ചിങ്ങോട്ട് വന്നപ്പോ ഒരു ഫാമിലിയിലേക്ക് തിരിച്ചു വന്ന പോലെ തോന്നി, ഇവിടെ മിസ് ചെയ്യുന്നുണ്ട്, സാറ് വൈബാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി തരട്ടെ, നിങ്ങൾക്ക് ഇവിടെ എംപിക്ക് ചോദിച്ചാൽ ഹാപ്പി സാഡ് ആൻഡ് ആംഗ്രി. ഓക്കെ റെഡി? അത് ഹാപ്പി അല്ലേ?
എന്നിട്ട് പെണ്ണെന്ന് പേര്. ഇതൊരു ഹാപ്പി. ഇനി അടുത്ത് ആംഗ്രി ആയിക്കോട്ടെ. അഹങ്കാരത്തിന് കൈയും കാലും വയ്ക്കാം, എന്നിട്ട് പെണ്ണെന്ന് പേരും. അല്ല, കുറച്ച് റൊമാൻറ്റിക് ആയിക്കോട്ടെ. റൊമാൻറ്റിക് മെയിൻ ആണല്ലോ. അഹങ്കാരത്തിന് കൈയും കാലും വയ്ക്കുക, എന്നിട്ട് പെണ്ണെന്ന് പേരും. ഫസ്റ്റ് ഞാൻ സാഡിൽ പറയാം. കൗതുക ലേശം കൂടുതലാ, പ്ലീസ് മാപ്പാക്കണം. ഇനി എന്റേതായിട്ടുള്ളൊരു സാധനം, കാമം. കൗതുക ലേശം കൂടുതലാ സാറേ, മാപ്പാക്കണം. ഇനി എന്താ? ദേഷ്യം പിടിച്ചോ. കൗതുക ലേശം കൂടുതലാ, മര്യാദക്ക് മാപ്പായിക്കോ. എനിക്ക് ഇത്ര ദേഷ്യം വരുള്ളൂ. എനിക്ക് എഴുതാൻ നല്ല അറിയും സാറേ, വായിക്കാൻ അറിയില്ലല്ലോ. സാറ് വായിച്ചു. ഡയലോഗ് അത്. എനിക്ക് എഴുതാൻ നല്ല അറിയും സാറേ, വായിക്കാൻ അറിയില്ലല്ലോ. എനിക്ക് എഴുതാൻ അറിയില്ല സാറേ, വായിക്കാനല്ലേ അറിയുള്ളൂ. കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് പറഞ്ഞ സാറോട്. എഴുതാൻ അറിയില്ലല്ലോ സാറേ, വായിക്കാനല്ലേ അറിയുള്ളൂ. സാഗർ എന്ന മൃത്തത്തെ നിങ്ങൾക്ക് അറിയും, ജാക്കി എന്ന ശത്രുവിനെ നിങ്ങൾക്ക് അറിയില്ല. ഈ പടം ഹിറ്റായിട്ട് വേണം ഒരിക്കൽ കൂടി സ്കൂളിലോട്ട് വരാൻ, പക്ഷെ കോളേജിലോട്ട് വരാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഈ പടം വിജയിപ്പിക്കുക. ഞാൻ ഈ സിനിമയിലെ നായകൻ്റെ കൊണ്ട് മൈ കൊടുക്കുക. പടം കാണുക, സ്റ്റോറി ഇടുക, ഇഷ്ടപ്പെട്ട സ്റ്റോറി ഇടുക, ഫ്രണ്ട്സിനൊക്കെ പറയുക. അപ്പം എല്ലാവരും തിയേറ്ററിൽ കാണാം. താങ്ക് യു. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് മലയാളം ഇൻഡസ്ട്രിയിലോട്ട് ഇനി കാല് വെക്കാൻ പോകുന്ന മഞ്ജു വാര്യർ കഴിഞ്ഞാൽ ആര്? ഇതാണ് ആൻമരിയ. ദിസ് ഈസ് ഫോർ ആൻമരിയ സ്റ്റുപ്പിഡ് മങ്കി ഫേസ്. യെസ്. അപ്പോൾ ഇതിലെ നായികയാണ്. എന്താ പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. ഫസ്റ്റ് മൂവി ആയിരുന്നു നിന്റെ? ഫസ്റ്റ് മൂവി ആസ് എ ലീഡ് ആക്ട്രസ്. ലീഡർ. ഇതിനു മുമ്പ് ചെറിയ ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട് ഒരു മൂവിയിൽ, കള്ളം. ഇന്ന് ഫസ്റ്റ് കോളേജ് കഴിഞ്ഞു, കൊള്ളായിരുന്നു. ഇനി അടുത്ത് കുറെ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പെട്ടുപോയി. സന്ദീപിന് ഒരു പ്രത്യേക തരത്തിലുള്ള കുറച്ച് ആക്ഷൻസ് ഒന്നും ചെയ്ത് കാണിക്കാൻ പറ്റാത്തതിനാൽ ഞാൻ പോയി. ആർക്ക്? പക്ഷെ അത് ശ്യാമോ ചെയ്ത് കാണിച്ച് കൊച്ചിനോട് പറയിപ്പിച്ച്. അതെ, അത് ആ കൊച്ചു പറഞ്ഞാലും എന്ത് ചെയ്താലും കുറച്ച് പ്രശ്നം വരുമോ? അല്ല, വാഴ 2 എനിക്കറിയത്തില്ല ഈ ജോണി സിൻസിനെ ഒന്നും, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഒരാളെ പോസ് കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ നിന്ന് ആ ഫോട്ടോ കണ്ടപ്പോ തിരിച്ചു നിന്ന്. എന്തായാലും സിനിമയിലൂടെ വളരെ ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. നിനക്കും ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോട്ട് ചെയ്യാൻ പോകുന്ന ആരെയായിരിക്കും? എന്റെ ബ്ലോഗ് ആയതുകൊണ്ടാണ് പറയുന്നത്. വൈബ് ശംഭൂര്. ഇങ്ങനെയൊന്നും പറഞ്ഞ ഹൈപ്പേറ്റ് കൊടുക്കില്ല. അവർ ആ ലെവലിൽ പോയിരുന്ന് കാണുന്ന അവസാനം നീ ഏറി കയറണം. അത് ഓൾറെഡി ഉണ്ടടി, അതുകൊണ്ട് ഞാൻ നിന്റെ വിചാരം എന്താ? ഞാനൊക്കെ ഇപ്പൊ ചന്ദ്രനെ ഇരിക്കുക. അവരിവിടുന്ന് പേടകം വല്ല ഇവിടുന്ന് ISR അവിടെ താഴെ ഇറങ്ങാപ്പോ അവിടെ താഴെ. അതെ ഗൈസ്, അടുത്ത വുമൻസ് കോളേജിലേക്ക് പോവുകയാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് പ്രിപ്പറേഷൻ ഉണ്ട് കുറച്ച്. കാരണം ഷാമോനില്ലേ, ഇവന് സ്കോർ ചെയ്യാം. അവിടെ പോയ പെമ്പിള്ളേരുള്ളടത്ത് എല്ലാം ഭയങ്കര സ്കോർ ചെയ്യാം. അതുകൊണ്ട് ഇനി സന്ദീപിന് പാട്ട് പഠിക്കണം, ഡാൻസ് പഠിക്കണം, വേണേ കുസൃതി ചോദ്യങ്ങൾ വരെ പഠിക്കണം. പക്ഷെ ഞാൻ അതൊന്നും കാണില്ല, കാരണം ഷാമോന് വേണ്ടിയാ വിട്ടിരിക്കുക. കാരണം ഒരു മോനാണ്. കാരണം ഇവൻ കാണുമ്പം ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ, ഞാനും ആദ്യം ഞാൻ ഇവനെ മലപ്പുറത്ത് വെച്ച് ആദ്യം കാണുന്ന ഒരു ഇൻഫ്ലുവൻസസ് മീറ്റപ്പിനെ വെച്ചിട്ട്. അന്ന് ഭയങ്കര കോസ്റ്റ്യൂം കിട്ടും, മൈൻഡൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു തരം. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ പടത്തിൽ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഒരു സാധു. അപ്പോൾ ഈ പടം നമ്മളെല്ലാവരും ഫാമിലിയായിട്ട് പോയി കാണും. നിങ്ങളും നിങ്ങളെ ഫാമിലിയായിട്ട് പോയി കാണാം. ഒരിക്കലും നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കത്തില്ല. അറിയിക്കുക. അത് തന്നെ കണ്ടിട്ട് പറയുക. കാണാതെ ആരും വന്നിരുന്ന് ഒന്നും പറയരുത്. നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ ഒരു ഇഷ്ടക്കുറവ് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു പടം ചെയ്യില്ല. കാരണം ഇത് ഞാൻ സംവിധാനം ചെയ്യുന്ന പടമല്ല, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമല്ല. അപ്പോൾ അതുകൊണ്ട് മറ്റു പലർക്കാണ് അതിൻ്റെ ലോസ് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾക്ക് നമ്മളെ അഭിനയം ഇഷ്ടമില്ല, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി മെച്ചമാക്കാനുണ്ടെങ്കിൽ അങ്ങനെ പറയുക. ഒരിക്കലും
നീ മറ്റേടത്ത് അഭിനയമാണ് എന്നൊന്നും പറയില്ല. കാരണം നമുക്ക് ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഫോൾട്ട് എന്താണെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് നമുക്ക് ശരിയാക്കാൻ പറ്റും. അതെ പറയാം. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ക്രിക്കറ്റിനെ പറ്റി എല്ലാ ആൾക്കാരും പറയുന്ന ആ തെറ്റ് പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കും, അതുപോലെയാണ്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വിലയേറിയ അഭിപ്രായം പറയുക. അടുത്ത കോളേജിൽ പോയിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി കൊണ്ടുവരുന്ന iconic comedy personality and overall crazy vibe. Followers say his posts are not just content but mood boosters. So എല്ലാവരും give it up for Anisha aka Shamone. അടുത്തതായി മാമനും മോനും പേജിലൂടെ അൺകണ്ടക്റ്റീവ് ബാനറുകൾ കൊണ്ടും റിലേറ്റബിൾ കേരള സിനാരിയോസും നമ്മളെ ഡെയിലി ചെയ്യിപ്പിക്കാൻ കോണ്ടന്റ് ക്രിയേറ്റർ ശരത് ബാബുവിനെ വെൽക്കം ചെയ്യാം. അടുത്തതായി I welcome ഒരു super trending viral personality who is not just an influencer but a full-time entertainer. Every reel of his is a proof that he is a crowd puller. I welcome നമ്മുടെ സ്വന്തം content creator with super dynamic energy Akhil Enadi onto the stage. Next, I'm going to welcome someone who makes us laugh with relatable and funny content. ആളുടെ സിമ്പിൾ ക്യാരക്ടറും സൂപ്പർ ഫൺ കോണ്ടന്റും ആണ് നമ്മളെ എല്ലാവരും ആളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. സോ ഐ വെൽക്കം വൺ ആൻഡ് ഓൺലി സന്ദീപ് SP. Who captured our hearts through viral short films and now stepping onto the big screen, I welcome the stunning Anne Maria onto the stage. Characters in a mass counterosum, wise dialogue created, genius quotes with the dialogue writer Raja. And finally, നമ്മളെല്ലാവരും ലോക്ക്ഡൌൺ കാലത്ത് നമ്മൾ ബോറടിച്ചിരിക്കുമ്പോൾ മലയാളം മാഷപ്സിലൂടെ ഇന്റർനെറ്റിൽ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്ത ഇപ്പോൾ മഹാരാജ ഹോസ്റ്റൽ എന്ന മൂവിയിലെ 2 പാട്ടുകൾ നമുക്ക് വേണ്ടി നൽകിയ മ്യൂസിക് ഡയറക്ടർ അശ്വിൻ റാവിനെ സ്റ്റേജിലോട്ട് എന്താണെന്നറിയില്ല, വിമൻസ് കോളേജിൽ വരുമ്പോൾ ഞാൻ ചാർജ് ആവും. ഈ എല്ലാ സുന്ദരിമാരെയും കാണുമ്പോൾ എനിക്ക് 2 വരി ഓർമ്മ വരുന്നു. ഞാൻ പറഞ്ഞേ, ഇഷ്ടം എനിക്കിഷ്ടം, ആരോടും തോന്നാത്തൊരിഷ്ടം, ആദ്യമായി തോന്നിയൊരിഷ്ടം. സത്യയുടെ ആദ്യമായിട്ടാണ്. ഹലോ പോരാ, എനർജി പോരാ. ശ്യാമോനെ കാലം എനിക്ക് കേൾക്കണം ഇവിടെ. സന്തോഷേടാ. എല്ലാവർക്കും പോയാലും ശ്യാമം മതിയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊരു അതെല്ലാവർക്കും അറിയാലോടാ. നീ ഇത്രയ്ക്ക് രോഷം കൊണ്ടത് എന്തിനാ? എന്റെ പ്രൈം ടൈം കഴിഞ്ഞു. ഇനി നീ കുറച്ചാള് ഓക്കെ സെറ്റ് ആയില്ലോ. കഴിഞ്ഞ കോളേജിൽ പോയ സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പള് 24-ാം തീയതി അവധി കൊടുത്തു പിള്ളേർക്ക് നമ്മളെ സിനിമ കാണാനായിട്ട്. കള്ളം പറഞ്ഞല്ല, സീരിയസായിട്ട് അവധി കൊടുത്തു. കാരണം ആ കോളേജിലാണ് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് കോളേജാണ് പ്രൊമോഷൻ്റെ. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൾ അവധി കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സാറ് പിള്ളേർ വിജയുടെ പടത്തിന് ചോദിച്ചു, കൊടുത്തില്ല. അഖിലനാടിയുടെ പടത്തിന് കൊടുത്ത മതി എന്ന് പറഞ്ഞു. അങ്ങനെ 23-ാം തീയതി 24-ാം തീയതി അവധി കൊടുത്തിരിക്കുകയാണ്. വിജയുടെ ലാസ്റ്റ് പടവും അഖിലനാടിയുടെ ഫസ്റ്റ് പടവുമാണ്. ഭയങ്കര ക്ലാഷാണ്. ബാക്കി എല്ലാ പടവും മാറ്റി, ഡേറ്റ് മാറ്റി. പക്ഷെ നമ്മൾ മഹാരാജ മാത്രം നമ്മൾ മാറ്റിയില്ല. കാരണം അഖിലനാടി ഉള്ളതുകൊണ്ട് വിജയായിട്ട് ക്ലാഷ് വേണം. അതൊന്നുകൂടി ഇവിടെ റിപ്പീറ്റ് ചെയ്യണം. ഞങ്ങൾ ഷോളൊക്കെ തരാം. എനിക്ക് ഷോള് പൊളിച്ചൊരു നായകനെ വേണം. സന്ദീപ്
നീ ഷോട്ട് കളിക്കും നീ ഹീറോ. പഞ്ചവർണ്ണ കിളി നീ പറന്നതിനാലും അഞ്ചുവനും നെഞ്ചിരിക്ക്. പഞ്ചവർണ്ണ കിളി നീ പറന്നതിനാലും അഞ്ചുവനും നെഞ്ചിരിക്ക്. പറന്നു വിരലുകൊടു മനസ്സുകൊള്ളു ചടുകൊടു ചടുകൊടു മയക്ക് മയക്കുകൊടു കാവേരി കരയിൽ മരമായിരുന്ന ദേവത്തിയോരായി. ഓ കാണാതൂർവം കണ്ടുകൊണ്ടേയിരിക്കും കണ്ണിൽ വരും കാഴ്ചയെല്ലാം കൺമണിയെ ഓർക്കും. കാണാതൂർവം കണ്ണുക്കുള്ളിരിക്കും ഒരേ ഒരു പാതെ പാത്തെ പുരാതെ ഓടി മറഞ്ഞ. അശ്വിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അശ്വിന് ഇഷ്ടപ്പെട്ടില്ല. എന്റെ വയസ്സിന് എപ്പോഴും പാടിക്കൊടുക്കുന്ന ഒരു പാട്ടാണ്. എനിക്ക് പാടാൻ അറിയത്തില്ലേ? അത് മനസ്സിലായി, അത് പത്തേക്ക് പറയണ്ട. അരയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തകതാളം തല്ലി അരമണിക്ക് മുന്നിൽ കിളിപാടി ഇമകളെന്തു പന്തി ഇവളിലെ കവിളിനെന്തു കാന്തി പകരമാക്കി മധുരം നുകരാൻ ഭാഗ്യമേതുഭവതി ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളെ ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളെ. അപ്പോ നമ്മുടെ ലാസ്റ്റ് എന്തുകൊണ്ട് പ്രൊമോഷൻ കോളേജ് വിസിറ്റ് കഴിഞ്ഞു. പക്ഷേ തിയേറ്റർ വിസിറ്റ് കാണും. അതെ, തിയേറ്റർ വിസിറ്റ് കാണും. അതുപോലെ തന്നെ കോളേജുകളെ കുറിച്ചെല്ലാം പറയണം. കാരണം എല്ലാ കോളേജും നല്ല വൈബായിരുന്നു, ഒരുപാട് നല്ല ടാസ്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പറയാനുള്ള ഗേൾസ് ആണ് എനിക്ക് കോളേജിൽ കോളേജ് അല്ല എവിടെ പോയാലും ഗേൾസ് ആണ് കൂടുതൽ അല്ലേ ആക്റ്റീവായിട്ടുള്ള ഗേൾസ് ആണ്. നമ്മള് കോളേജിൽ പഠിക്കുമ്പോൾ ആരെങ്കിലും നമുക്ക് ചോദിക്കാൻ ചെറിയ ചമ്മലായിരിക്കും, പക്ഷെ പെമ്പിള്ളേർ അത് ചോദിക്കും. അതെ, പക്ഷെ അതുപോലെ തന്നെയാണ് ഇപ്പൊ കാലത്തിനൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. പോയിയാണ്. അപ്പൊ ജൂലൈ 24 ആണ് ഫിലിം. അപ്പൊ എല്ലാരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പേഴ്സണലായിട്ട് നമ്മളെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിലോ എല്ലാവർക്കും ഞങ്ങൾക്ക് ഒരു അവസരം തരും. അതാണ് വേണ്ടി പറയാനുള്ളത്. ഒരു അവസരം തന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. എല്ലാവരും റിപ്ലൈ തരും. ജാടയില്ല, സിനിമയുടെ കാര്യത്തിൽ ഞാൻ കൊടുക്കും. എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് പറയുക. ശരിയാക്കാൻ പറ്റും, തെറ്റിന്ന് ശരിയാക്കാൻ പറ്റുള്ളൂ. സോ അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മേഘയും കുഞ്ഞും അവിടെ നിന്ന് എല്ലാവരും ആയിട്ട് എറണാകുളത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമ കാണാനായിട്ട്. അപ്പോൾ തൂലികയുടെ ഫസ്റ്റ് കാണാൻ പോകുന്ന മൂവിയാണ്. ഉണ്ടാവും. വലിയ സ്ക്രീനിൽ കാണുമ്പോ അച്ഛാന്ന് വിളിച്ചാ ഞാൻ വിജയിച്ചു. യെസ്, അപ്പൊ എല്ലാരും പടം കാണണം. നായിക അതിന്റെ അകത്തായി. ഇപ്പൊ നായിക ഒന്ന് തല ഒന്ന് പൊങ്ങി കലിപ്പിലല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും. ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാതെ സിമ്പിൾ ആയിട്ട് പോയി കാണുക. പക്ഷെ സിമ്പിൾ ആയിട്ട് ഹംബിൾ ആയിട്ട് റിവ്യൂ പറയാം. യെസ്, ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്, ലവ് യു. ശുദ്ധമാണ്, വിശ്വസിക്കാം. ഓക്കെ, ബൈ.